അതേസമയം തിരുവനന്തപുരത്ത് ചാണക്യൻ, വർണ്ണം, കിരീടം 3 സിനിമ നടക്കുമ്പോൾ ഞാൻ അന്ന് സിനിമ പത്രക്കാരനായിരുന്നു. അങ്ങനെ വർണ്ണത്തിൻ്റെ സെറ്റ് നിൽക്കുമ്പോൾ ആര്യനാട് നമ്മുടെ പ്രശസ്തമായ കിരീടത്തിലെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് തിലകൻ ചേട്ടന് പോകണം. 3 പടത്തിലും തിലകനുണ്ട്. ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് മേക്കപ്പ് അഴിച്ച് തിലകൻ ചേട്ടൻ പോകുന്ന നേരത്തിൻ്റെ ഒരു ഉഗ്ര സീൻ എടുക്കുന്നു വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ തിലകൻ ചേട്ടൻ്റെ കൂടെ ഞാൻ ആര്യനാട് ചെല്ലുകയും എന്നെ എങ്ങനെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ആചാനുബാഹുവായി, ഞാൻ അതുവരെ കരുതിയിരുന്നത് എനിക്കാണ് പൊക്കം കൂടുതൽ. ഒരു ആചാനുബാഹുവായ ഒരു മനുഷ്യൻ വന്ന് കൈ തന്നിട്ട് ഞാനാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോക്കിയത്. അന്ന് തുടങ്ങിയ ബന്ധമാണ് കീരിക്കാടനുമായിട്ട്. രോഗഗ്രസ്തനായി ജനലാശുപത്രിയിലുണ്ടായിരുന്നു, പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് യൂട്യൂബർമാരൊക്കെ വളരെ മോശമായി അദ്ദേഹത്തിന് ജീവിക്കാൻ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് അത് ഇതിന് അനുജൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പോയി കാണുന്നതാണ്. ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഈ വലിയ ശരീരമുള്ളവരെല്ലാം പാവങ്ങളെന്നാണ് പറയാറ്. ഞങ്ങളുടെ സിനിമയിൽ പാവങ്ങളാണ് വലിയ ശരീരമുള്ള എല്ലാവരും, മധുസാറടക്കം ആരുടെ എടുത്ത് നോക്കി. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം മറവി രോഗത്തിലേക്ക് പോവുകയും അനാരോഗ്യവനായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല. ജീവനോടെ ഇരിക്കുമ്പോൾ കാണണമായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പോകുമെന്ന് കരുതിയില്ല. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. പോസ്റ്റ് ഹൗസ് നമ്പർ 21-21ൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് മിക്കവാറും ഞാൻ സെറ്റിൽ ചെന്നാൽ ഞങ്ങൾ ഒരുപാട് നേരെ ഇരുന്ന് ഒരുപാട് കഥകൾ സംസാരിക്കുമായിരുന്നു. എന്തായാലും അധികം ഒരുപാട് കിടന്ന് കഷ്ടപ്പെടാതെ, വലിയ ശരീരമൊക്കെ ഉള്ള ആളല്ലേ, കിടന്ന് ബുദ്ധിമുട്ടാതെ പോയത് നന്നായി. ആ വലിയ മനുഷ്യന് നിത്യചന്ദ്രൻ അറിയാമല്ലേ? അതെ അതെ അതെ. അതിലൊരുപാട് വിഷമമുണ്ട്. പോട്ടെ.